എന്താണ് മുസ്ലിം സ്ത്രീകളുടെ ജുമാ ജമാഅത്തുമായി ബന്ധപ്പെട്ട കാര്യം? മുസ്ലിം സ്ത്രീകളുടെ ജുമാ ജമാഅത്തുമായി ബന്ധപ്പെട്ട കാര്യം, സ്ത്രീകളെ പള്ളിയിലേക്ക് ജുമാഅത്തും ജമാഅത്തും കൊണ്ടുപോകാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തൊരു താല്പര്യമാണ്, എന്തൊരു ആവേശമാണ്, എന്തൊരു വാശിയാണ്. സത്യത്തിൽ ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ സഹോദരന്മാരെ, നമ്മുടെ രേഖ ഖുർആനും സുന്നത്താണ്. നമ്മുടെ രേഖ ഖുർആനും സുന്നത്താണ്. ഖുർആനും സുന്നത്തും സ്വന്തം വ്യാഖ്യാനിക്കാൻ പറ്റില്ല നമ്മൾ തീരുമാനിച്ചല്ലോ. ഞങ്ങൾ നേരത്തെ പറഞ്ഞു 14 നൂറ്റാണ്ടുകാലം മുസ്ലിം ലോകം അങ്ങനെ തന്നെ പറഞ്ഞു. 2001 ജൂൺ 4 മുജാഹിദും പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ രണ്ടു കൂട്ടരും പറയുന്നത് ഒന്നാണല്ലോ. ഖുർആനും സുന്നത്തും സ്വന്തം വ്യാഖ്യാനിക്കാൻ പറ്റില്ല. സ്വന്തം വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ മഹാന്മാരായ ഖുർആന്റെ പ്രാമാണിക വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ലോകത്ത് നിരവധി നിലവിലുണ്ട്. ഏതെങ്കിലും ഒരു പ്രാമാണിക വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഒരു ഖുർആൻ സൂക്തം വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് ജുമാഅത്തും ജമാഅത്തിനും പള്ളിയിൽ പോകുന്നത് പുണ്യമാണെന്ന് പഠിപ്പിച്ച ഒരു ഇബാറത്തിന്റെ ഭാഗം ഉദ്ധരണി മുജാഹിദ് പ്രസ്ഥാനത്തിന് ചരിത്രത്തിന്റെ ഏതെങ്കിലും ദശയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമോ? മുജാഹിദ് പണ്ഡിതൻ അബ്ദുസ്സലാം സുല്ലമി എഴുതിയ സ്ത്രീകളും ജുമാ ജമാഅത്തും എന്ന പുസ്തകത്തിൽ 6 ആയത്ത് സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകാൻ തെളിവ് ധരിക്കുന്നുണ്ട്. അത് പണ്ടെഴുതിയതല്ലേ, അത് പിൻവലിക്കുക. സ്വന്തം ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു വച്ചില്ലേ? ആ തീരുമാനം നടപ്പാക്കുകയാണെങ്കിൽ വിനയപൂർവ്വം പറയട്ടെ, തഫ്സീർ ത്വബരി, പൂർവിക തഫ്സീർ, അവിടെ സ്ത്രീകളെ ജുമാഅത്തും ജമാഅത്തും കൊണ്ടുപോകൽ പുണ്യമാണെന്ന് ഖുർആനും സുന്നത്തും വിശദീകരിച്ച് എഴുതി വച്ചിട്ടില്ല. തഫ്സീർ ഖുർത്തുബിയിലില്ല, തഫ്സീർ റാസിയില്ല, തഫ്സീർ ഇബ്നു കസീറില്ല, തഫ്സീർ നസ്ഫിയില്ല. പ്രാമാണികമായി മുസ്ലിം ലോകം അംഗീകരിക്കുന്ന, കണക്കാക്കുന്ന, ലോകം സ്ഥിരീകരിക്കുന്ന ഏകകണ്ഠമായ സുന്നി മുജാഹിദ് തർക്കങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ വിരചിതമായ ലോകത്തെ ഏതെങ്കിലും പ്രാമാണികമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ സച്ചരിതരായ സലഫു സ്വാലിഹീന്റെ വിശദീകരണം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതാ സ്ത്രീകളെ ജുമാഅത്തും ജമാഅത്തിനും കൊണ്ടുപോകണമെന്നാണ് ഈ ആയത്തിന്റെ താല്പര്യമെന്ന് എഴുതി വെച്ച ഒരു ഉദ്ധരണി മുജാഹിദ് പ്രസ്ഥാനത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ആ നിമിഷം മുജാഹിദ് പ്രസ്ഥാനത്തോടൊപ്പം നമ്മുടെ സ്വന്തം ഭാര്യമാരെ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഒരുമിച്ച് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തയ്യാറാണ് കൂട്ടരെ. പക്ഷെ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ? ഉദ്ധരിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ഖുർആൻ സുന്നത്ത് സ്വന്തം വ്യാഖ്യാനിച്ചതല്ലേ, സ്വന്തം വ്യാഖ്യാനിച്ചല്ലേ കൊണ്ടുപോകുന്നത്. ആ സ്വന്തം വ്യാഖ്യാനത്തിന് പിൻവലല്ലോ. ഇന്ന് സുന്നത്ത് ജമാഅത്തിന് പാതയിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലേ? ഏതെങ്കിലും ഒരു സ്വഹാബിവരൻ സ്ത്രീകളെ ജുമാഅത്തും ജമാഅത്തും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടോ? താല്പര്യം കാണിച്ചിട്ടുണ്ടോ? പ്രേരിപ്പിച്ചിട്ടുണ്ടോ? പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? മഹാനായി 3 നൂറ്റാണ്ടുകാർ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും അല്ലാഹുവിന്റെ റസൂൽ അടിവരയിട്ട് പറഞ്ഞു, ഏറ്റവും നല്ലവർ 1-ാം നൂറ്റാണ്ടുകാർ, 2-ാം നൂറ്റാണ്ടുകാർ, പിന്നെ 3-ാം നൂറ്റാണ്ടുകാർ 3-ാം സ്ഥാനം. ഈ 3 നൂറ്റാണ്ടുകാരാണ് ഏറ്റവും നല്ലവർ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സർട്ടിഫൈ ചെയ്ത ഈ സലഫ് സ്വാലിഹീങ്ങളുടെ കാലഘട്ടത്തിൽ അഹദം മിൻ സലഫിൽ മുസ്ലിമീൻ, 10,000 എന്ന് പറഞ്ഞാൽ പോരാ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സലഫ് സ്വാലിഹീങ്ങൾ ഒരാളെ പോലും ഞാൻ ചരിത്രത്തിൽ അറിയുന്നില്ല. അമറ അഹദം മിൻ നിസാഇഹി, തന്റെ ഭാര്യയോട് മോളെ പള്ളിക്ക് ജുമാഅത്ത് പോയിക്കോ, ജമാഅത്തിന് പോയിക്കോ, പുണ്യമുണ്ടെന്ന് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ ഞാൻ കണ്ടെത്തിയിട്ടില്ല. അതും ലൈലും വലാനഹാർ, രാത്രി പോകാനും സമ്മതം കൊടുത്തിട്ടില്ല, പകൽ പോകാനും പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ പള്ളിയിൽ ജുമാഅത്തും ജമാഅത്തിനും പോകുന്നതിൽ പുണ്യത്തിന്റെ ഒരു ശകലമെങ്കിലും ഉണ്ടെങ്കിൽ അമറൂഹുന്നബിഹി, പോകാൻ സമ്മതം കൊടുക്കല്ല, കൽപ്പിക്കുന്ന ചെയ്യും. കാരണം അത്ര ജാഗരൂകരാ സ്വഹാബത്തും താബികളും ദീനിന്റെ കാര്യം കണിശമായി നടപ്പാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ച സ്വഹാബത്തും താബികളും സ്ത്രീകളെ പോകാൻ കൽപ്പിക്കുമായിരുന്നു. അതിനു ലഹുന്നയിലഹി, പോകാൻ അനുമതി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ചരിത്രത്തിൽ അങ്ങനെ കാണുന്നില്ലല്ലോ. എന്താണ് ഇതിന്റെ അർത്ഥം? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യാഖ്യാനിച്ചുകൊണ്ട് സലഫു സ്വാലിഹീങ്ങളിൽ ഒരാൾ പോലും സ്ത്രീകളോട് ജുമാഅത്തോ ജമാഅത്തിനോ പോകാൻ കൽപ്പിച്ചിട്ടില്ല. വിനയപൂർവ്വം ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യാഖ്യാനിക്കുന്നത് സ്വഹാബത്തും താബിഈനും സലഫുകളുമാണെന്ന് അംഗീകരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ഈ പുതിയ സാഹചര്യത്തിൽ ഖുർആനും സുന്നത്തും സ്വന്തം വ്യാഖ്യാനിച്ച് ഞങ്ങൾ സ്ത്രീകളെ ജുമാഅത്തും ജമാഅത്തിനും കുറെ കാലം കൊണ്ടുപോയി. പക്ഷെ ഞങ്ങൾ ആശയം മാറ്റി. ഖുർആൻ സുന്നത്ത് സ്വന്തം വ്യാഖ്യാനിക്കാൻ പാടില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സലഫ് സ്വാലിഹീങ്ങളുടെ വ്യാഖ്യാനമാണ് സ്വീകരിക്കേണ്ടത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സലഫ് സ്വാലിഹീങ്ങൾ അങ്ങനെ കൊണ്ടുപോയതായി രേഖയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്തസ്സായി മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീകളെ ജുമാഅത്തും ജമാഅത്തിനും പള്ളിയിൽ കൊണ്ടുപോകുന്ന പ്രവണതയിൽ നിന്ന് അന്തസ്സുണ്ടെങ്കിൽ പിൻവാങ്ങട്ടെ, അഭിമാനമുണ്ടെങ്കിൽ പിൻവാങ്ങട്ടെ, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ പിൻവാങ്ങട്ടെ, യാഥാർത്ഥ്യ ബോധമുണ്ടെങ്കിൽ പിൻവാങ്ങട്ടെ. പക്ഷെ എന്തേ മുജാഹിദ് പിൻവാങ്ങാത്ത? വാശിയല്ലേ? ദീന്റെ കാര്യത്തിൽ വാശി പറ്റുമോ സുഹൃത്തുക്കളെ? സത്യത്തിന്റെ കൂടെ നിൽക്കാൻ പ്രതിജ്ഞാബദ്ധരാകണ്ടേ നമ്മളൊക്കെ? സത്യത്തിൽ കൊച്ചു കേരളത്തിന്റെ ചരിത്രം നോക്കാം. കൊച്ചു കേരളത്തിൽ സ്വഹാബത്തിന്റെ കാലം മുതൽ ദീൻ നിലവിൽ നിന്ന
പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കൊച്ചു കേരളത്തിൽ ആദ്യമായി സലഫുസ് സ്വാലിഹിയുടെ കാലഘട്ടത്തിൽ ലോകത്തെവിടെയും സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകുന്ന പ്രവണതയില്ലെന്ന് പറയുമ്പോൾ കൊച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകളെ ജുമാക്ക് കൊണ്ടുപോയതാരാ? ആദ്യമായി സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോയതാരാ? ഇത് നിർദ്ദേശം കൊടുത്തതാരാ? പൂർവികരായ മഹാന്മാരാണോ? മഹത്തുക്കളാണോ? സലഫുസ് സ്വാലിഹീങ്ങളാണോ? മഹ്ദൂബിമാരാണോ? ആരാണ് ഇത് നിർദ്ദേശം കൊടുത്തത്? ഞാൻ പറഞ്ഞല്ലോ, 936 ജുമാ ഖുത്ബ നടത്തി പരിഭാഷപ്പെടുത്തണമെന്ന് പ്രമേയം പാസാക്കിയതുപോലെ മുജാഹിദ് പ്രസ്ഥാനം തന്നെ പറയുന്നു, കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ടാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾ പള്ളിയിൽ കൊണ്ടുപോയത്. ഞാൻ തമാശ പറയുന്നതല്ല. ഇത് 95 മാർച്ചിലെ മുജാഹിദ് വനിതാ വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണം പുടവയാണ്. ഈ പുടവയിൽ ഒരു പാവം സഹോദരിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ സഹോദരി ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട്. ആ ചിത്രത്തിന് കൊടുത്ത അടിക്കുറിപ്പ് എന്താണ്? അടിക്കുറിപ്പ് കൊടുത്ത് വിശദീകരിക്കുന്നത്, വാർത്ത വിശദീകരിക്കുന്നത്, മലപ്പുറം ജില്ലയിലെ ഒതായി വെള്ളാരംപാറ ഖദീജക്കുട്ടിക്ക് ഇന്ന് വയസ്സ് 82. കേരളത്തിൽ പള്ളിയിൽ പോയി ആരാധന നിർവഹിച്ച ആദ്യത്തെ സ്ത്രീ എന്ന വിശേഷണത്തിന് അർഹയാണ് ആയിഷക്കുട്ടി, ഖദീജക്കുട്ടി. നോക്കൂ, നിങ്ങൾ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വനിതാ മാസിക പറയുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായി പള്ളിയിൽ പോയി ആരാധന നിർവഹിച്ചു എന്ന വിശേഷണത്തിന് അർഹയായ സ്ത്രീയാണ് ഇന്ന് 82 വയസ്സോടെ ജീവിച്ചിരിക്കുന്ന ഖദീജക്കുട്ടി. എന്ന് വെച്ചാല് കേരള ചരിത്രത്തിൽ ആദ്യമായി പള്ളിയിൽ പോയ പെണ്ണ് മരിച്ചു പോയിട്ടില്ല എന്നർത്ഥം. ആര് തുടങ്ങിയതാ? മുജാഹിദ് തുടങ്ങിയ മുജാഹിദിനെ പറയാണ്. നീണ്ട 13 നൂറ്റാണ്ട് കാലം കേരള ചരിത്രത്തിൽ സ്ത്രീകൾ ജുമാക്ക് പോയിട്ടില്ല സുഹൃത്തുക്കളെ. സ്ത്രീകൾ ജുമാക്ക് പോയിട്ടില്ല. വസ്തുതാപരമായ പരമാർത്ഥം അവർ തന്നെ ശരിവെക്കുന്നു, അവർ തന്നെ അംഗീകരിക്കുന്നു, അവർ തന്നെ വ്യക്തമായി പറയുന്നു, അവർ തന്നെ പച്ചയായി പറയുന്നു. മറ്റൊരിടത്ത് ഷബാബിൽ അവർ തന്നെ എഴുതി. എന്താ എഴുതിയത്? കേരളത്തിൽ എന്നാ സ്ത്രീകൾ പള്ളിയിൽ പോകാൻ തുടങ്ങിയത്? എന്നാ ഈ വാദം ആരംഭിച്ചത്? ഞാൻ വായിക്കാം. കേരളത്തിൽ അവർ ഗുരുവായൂരിൽ ക്ഷേത്രപ്രവേശന സമരം നടന്നൊരു കാലഘട്ടത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഹരിജനങ്ങൾക്കും പ്രവേശനം അനുവദിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് 931-32 കാലഘട്ടത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹവും സമരവും നടന്ന അതേ കാലഘട്ടം. അന്നാണ് സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്ന സമരം ആരംഭിച്ചതെന്ന് മുജാഹിദ് പത്രം ഷബാബ് പറയുന്നു. ഞാൻ വാദം കേൾപ്പിക്കാം. കേരളത്തിൽ സ്ത്രീകൾ പള്ളി പ്രവേശനം നൽകുന്നത് ഇതാദ്യമല്ല. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സമരം 931-32 നടക്കുന്ന കാലത്ത് തന്നെ മലബാറിൽ സമാന്തരമായി ഉമ്മമാരുടെ പള്ളിപ്രവേശന സമരവും അരങ്ങേറിയിരുന്നു. ഷബാബ് 997 ഫെബ്രുവരി 28. നോക്കൂ നിങ്ങൾ, അവർ തന്നെ പറയുന്നത് കേരളത്തിൽ 930കളിൽ ക്ഷേത്രപ്രവേശന സമരം ഗുരുവായൂർ നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ഉമ്മമാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീ പള്ളിപ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്ത് വന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ചിന്തിക്കുക, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചിന്തിക്കുക. നീണ്ട 13 നൂറ്റാണ്ട് കാലം നമ്മുടെ നല്ലവരായ മുൻഗാമികൾ കേരളത്തിന്റെ ചരിത്രത്തിൽ സ്ത്രീകൾ ജുമാക്ക് പോയിട്ടില്ല എന്ന് പച്ചയായി ഇവർ തന്നെ സമ്മതിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം നിലവിൽ വന്ന ശേഷമാണ് ചരിത്രത്തിൽ ആദ്യമായി ഈ സംവിധാനം, ഈ പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചതെന്ന് പച്ചയായി പറയുമ്പോൾ നിങ്ങൾക്ക് ചോദ്യം തോന്നും, ഒരു സംശയം തോന്നും. പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തോ താബിഈകളോ ആരും സ്ത്രീകളെ പള്ളിയിൽ പോകാൻ പറഞ്ഞിട്ടില്ല, സമ്മതം കൊടുത്തിട്ടില്ല, പ്രോത്സാഹിച്ചിട്ടില്ല, അംഗീകാരം കൊടുത്തിട്ടില്ല. കൊച്ചു കേരളത്തിൽ പോലും ഈ മുജാഹിദ് എന്ന പ്രസ്ഥാനത്തിൽ തുടക്കം കുറിച്ചിട്ടാണ് സ്ത്രീകൾ പള്ളിയിൽ വരുന്ന പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തും പ്രോത്സാഹനം കൊടുത്തില്ലെങ്കിൽ എന്നാ മക്കത്തും മദീനത്തൊക്കെ സ്ത്രീകൾ പോകുമ്പോൾ അത് ന്യായമായ സംശയമാണ്. മുജാഹിദ് ഉണ്ടാക്കുന്ന സമയം സത്യം പറയുമ്പോ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ചോദ്യം, എന്നാ മക്കയിലും മദീനത്തിലും പെണ്ണുങ്ങൾ ജുമാക്ക് പള്ളിയിൽ പോകുന്നുണ്ടോ? TV ചാനൽ തുറന്നാൽ അവിടെ ജുമാക്ക് പെണ്ണുങ്ങൾ പങ്കെടുക്കുന്ന കാണുന്നുണ്ടല്ലോ, ജമാഅത്തിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന കാണുന്നുണ്ടല്ലോ, അതുപോലെ ജുമാക്ക് മാത്രം ജമാഅത്തിനുണ്ടല്ലോ. ഇതെന്തുകൊണ്ട് അവിടെ പോകുന്നു? ഈ ചോദ്യം പ്രസക്തമാണ്. ന്യായമായ കാര്യം ആര് ചോദിച്ചാലും ചോദ്യം, ഇത്തരം ചോദ്യം എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. കാരണം ന്യായമായ ആ ചോദ്യം, ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ബോധ്യം. മക്കത്ത് മുതൽക്ക് അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതല്ലാത്തൊരു പ്രവണത ഇടക്കാലത്തുണ്ടായതാണെങ്കിൽ നമുക്കതിന്റെ കാരണം ബോധ്യപ്പെടണമല്ലോ. നമ്മൾ സത്യത്തിന് കൂടെ അല്ലേ നിൽക്കാവും. ഈ സംശയം എന്റെയും മനസ്സുകളുണ്ടായിരുന്നു. 4-5 വർഷം മുമ്പ് ഹജ്ജിന് പോകാൻ യാദൃശ്ചികമായ അവസരം കിട്ടി. ഹജ്ജിന് പോകാൻ അവസരം കിട്ടിയ സമയത്ത് അന്ന് ഹജ്ജിന് പോകുന്ന കൂട്ടത്തിൽ എന്റെ അഭിമന്യനായ സുഹൃത്ത് അബ്ദുൾ റസാഖ് ബുസ്താനി ഉൾപ്പെടെയുള്ള ഒരു സംഘം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഹജ്ജിന് പോയപ്പോ നമ്മൾ അനുഭവത്തിൽ ബോധ്യപ്പെട്ടു, സ്ത്രീകൾ അവിടെ ജുമാക്കുണ്ട്, ജമാഅത്തുണ്ട്. ഞാൻ വിചാരിച്ചു, പടച്ച റബ്ബേ, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് അല്ലാഹുവിന്റെ റസൂലും ഒരുപാട് മഹാത്മാക്കളും നായകത്വം നൽകിയ വിശുദ്ധമായ ലോകത്തെ പ്രധാനപ്പെട്ട പള്ളികളോ മസ്ജിദുൽ ഹറാം, ഇവിടെ സ്ത്രീകൾ വരുന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു പിൻബല്ലാതെ എങ്ങനെ സ്ത്രീകൾ വരും? സംശയം ഉണ്ടായിരുന്നു. ഈ സംശയം ദൂരീകരിക്കാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഫലമല്ലല്ലോ. ആ ഹറമിൽ
ഹറമിന്റെ ഇമാമുമാരുടെ തലവൻ അന്നത്തെ റഈസുൽ ഹറമൈൻ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള സുബൈൽ ആ മഹാപണ്ഡിതൻ എവിടെയാണെന്ന് അന്വേഷിച്ചു. കാരണം ഹജ്ജിന് പോയാൽ നമുക്ക് ഇഷ്ടംപോലെ ടൈമുള്ളതുകൊണ്ട് ആ ഇമാമിനെ നേർക്കുനേരം കിട്ടി സംസാരിക്കാൻ, നേർക്കുനേരെ സംശയം ദൂരീകരിക്കാമല്ലോ വിചാരിച്ചു. അന്വേഷിച്ചു, അറിഞ്ഞു, മനസ്സിലാക്കി. ഹറമിന്റെ ഇന്ന കവാടത്തിലുള്ള റൂമിൽ അദ്ദേഹം ഇശാഇന്റെയും മഗ്‌രിബിന്റെയും ഇടയിൽ ഇരിക്കാറുണ്ട്. അവിടെ പോയാൽ കാണാൻ പറ്റുന്ന വിവരം കിട്ടി. ഞാനും എന്റെ സുഹൃത്തുക്കളും പോയിട്ട് ചെന്നപ്പോ തന്നെ മനസ്സിലായ ആ റൂമിൽ അദ്ദേഹം ഉണ്ടാവും. കാരണം അവിടെ പോലീസ് പാറാവുകാരുണ്ട്. അപ്പൊ ഉള്ളിലേക്ക് നമ്മൾ ചോദിച്ചപ്പോൾ പ്രവേശനമില്ല. കാരണം നമ്മൾ കടലാസും പ്രത്യേക എഴുത്തും ലേഖയൊന്നുമില്ല. നമ്മൾ കേവലം ഇഹ്റാം വേഷത്തിലാണ്. കുറെ ആള് വരുന്നുണ്ട്, അവർ കത്ത് കാണിച്ചു കൊടുക്കും, ഉള്ളിലേക്ക് കടത്തി വിടും, ഒപ്പിട്ട് തിരിച്ചു പോരുമ്പോ ഹറമേന്റെ ഇമാമാരെ തലവനല്ലേ, ആധികാരികമായി നമ്മുടെ രാജ്യത്തെ ഇമാമല്ലോ, ഭരണപരമായ നേതൃത്വം വഹിക്കുന്ന മഹാപണ്ഡിതനല്ലേ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള സുബൈൽ. നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തു. ഇഷ ബാങ്ക് കൊടുത്തപ്പോ അദ്ദേഹം പുറത്തിറങ്ങി. ഒപ്പം അദ്ദേഹം ഒതുകൊടുക്കാൻ പോവുക. ഒപ്പം നമ്മളും കൂടെ പോയിട്ട് ആ കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള സംഘമാണ്, ഹജ്ജിന് വന്നതാണ്, ചില സംശയങ്ങൾ ചോദിക്കേണ്ടായിരുന്നു, ഒരവസരം കിട്ടിയാൽ തിരക്കില്ല. നല്ല മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യുക, അടുത്ത ശനിയാഴ്ച രാവിലെ 10നും 11നും ഇടയിൽ മറുവയിലുള്ള എന്റെ ഓഫീസിൽ വന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആ സമയം തരാം. താഴെ നിൽക്കുന്ന ആളുകളോട് ഞാൻ നിങ്ങൾക്ക് മൗഇദ് തന്നതാണ് 10നും 11നും ഇടയിൽ പറഞ്ഞ് അവർ കടത്തി വിടുന്നു. പറഞ്ഞ പോലെ എന്റെ സുഹൃത്ത് അബ്ദുൾ റസാഖ് ബുസ്താനിയും MP കടുങ്ങല്ലൂർ, ഈ വിനീതൻ, ഞങ്ങൾ 3 ആളുകളും ചെന്നു. പറഞ്ഞപ്പോ ഞങ്ങൾക്ക് മുകളിലേക്ക് പ്രവേശനം കിട്ടി. മറുപടിയുള്ള വലിയ കെട്ടിടത്തിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസ്. നേരെ ചെന്നു. ഗർഫത്തുൽ ഇസ്തിഖ്ബാൽ, നമ്മൾ സ്വീകരിക്കാനുള്ള റൂമിന്റെ അവിടെ പോയി ഇരുത്തി, ഞങ്ങൾ കൊണ്ടുപോയിരുത്തി. ഷെയ്ഖ് വേറെ റൂമിലാണ്. ഇവിടെ ഇങ്ങനെ ആളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഓരോ ആൾക്കാരെ. അങ്ങനെ ഞങ്ങൾ ഊഴം വന്നു. ഞങ്ങൾ ചെന്നു. അവർ തൊട്ട് മുമ്പ് ഇവിടെ നടന്ന മുജാഹിദിന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതാണ് അറിയിച്ചിരുന്നു. പക്ഷെ അത് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ചെന്നു. അവസരം കിട്ടിയ ഫസ്റ്റ് ചോദിച്ചു, ഷെയ്ഖ് കേരളത്തിൽ മുജാഹിദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു, പത്രത്തിൽ വായിച്ചിരുന്നല്ലോ, എന്തേ വരാതിരുന്നെന്ന് ചോദിച്ചു. അദ്ദേഹം ഷൂദ് കസീർ, ജോലി തിരക്കായിരുന്നു. എന്താ സംശയം ചോദിക്കാൻ പറഞ്ഞു. സത്യം പറയാം, ഇന്ന് സുന്നത്ത് ജമാഅത്തും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും തമ്മിൽ നിലനിൽക്കുന്ന അടിസ്ഥാനപരമായ ഒട്ടുമിക്ക പ്രശ്നങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രതികരണം ചോദിച്ചപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ അതേ കാഴ്ചപ്പാടും അതേ തെളിവുകളും അതേ ആശയങ്ങളും മഹാപണ്ഡിതൻ പറഞ്ഞു. കൂട്ടത്തിൽ നമ്മൾ ചോദിച്ചു, സ്ത്രീകൾ ജുമാഅത്തും ജമാഅത്തും പള്ളിയിൽ വരുന്നതിനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം, അവർക്ക് ഏറ്റവും പുണ്യം എന്ന്. ഫിത്രകൾക്കിടയാകുന്ന സാഹചര്യമാണെങ്കിൽ ഇന്നത്തെ കാലത്തെ പോലെ അന്യ ആണുങ്ങളെ പുരുഷന്മാരെ സ്ത്രീകളും നോക്കുകയും ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്ന കാലാണെങ്കിലോ ഹറാമാണല്ലോ. അപ്പൊ നമ്മൾ ചോദിച്ചു, ഷെയ്ഖ് അവരിൽ ഒന്നും വിചാരിക്കരുത്, ചോദിക്കുകയാണ്, ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾക്ക് പറയാനേ കഴിയുള്ളൂ, നടപ്പാക്കാൻ കഴിയില്ല. നിങ്ങൾ സൗദി അറേബ്യയിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പ്രഗത്ഭനായ ഭരണാധികാരിയാണ്, 2 ഹറമിന്റെയും അധിപനായ മഹാപണ്ഡിതനാണ്. പക്ഷെ ഇവിടെ സ്ത്രീകൾ ജുമാഅത്തും ജമാഅത്തും വരുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ തടയുന്നില്ല? ഞങ്ങൾക്ക് നാട്ടിൽ സ്വാതന്ത്ര്യമില്ല, നിങ്ങൾക്ക് തടയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ, എന്തുകൊണ്ടൊന്നും തടയുന്നില്ല എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു മിനിറ്റ് ആലോചിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എത്രാമത്തെ തവണ ഹജ്ജിന് വരുന്നു? ഫസ്റ്റാണ് വരുന്നത് പറഞ്ഞു. എത്ര ദിവസമായി വന്നിട്ട്? ഇത്ര ദിവസമായി. നിങ്ങളുടെ സാഹചര്യമൊക്കെ മനസ്സിലാക്കിയതെന്നു. അങ്ങനെയാണെങ്കിൽ കേട്ടോ, ഇവിടെ സ്ത്രീകൾ ഹജ്ജിന് വരുന്ന സ്ത്രീകളും ഉംറയ്ക്ക് വരുന്ന സ്ത്രീകളും അവർക്ക് കഅബ തവാഫ് ചെയ്യൽ ഹജ്ജിന്റെയും ഉംറയുടെയും അടിസ്ഥാന ഘടകമാണ്. കഅബ മസ്ജിദുൽ ഹറാമിന്റെ സെന്ററിലാണ്. കണ്ട ആളുകൾക്കറിയാം, കഅബ ഈ കാണുന്ന പീഠമാണെങ്കിൽ അതിന് ചുറ്റുമാണ് ഈ കാണുന്ന സ്റ്റേജ് പോലെയാണ് 4 ഭാഗത്തും മസ്ജിദുൽ ഹറാം. കഅബ തവാഫ് ചെയ്യണമെങ്കിൽ 4 ഭാഗത്തും ആളുകൾ വരികയാണെങ്കിൽ ആണായാലും പെണ്ണായാലും ഈ പള്ളിയിലൂടെ വേണം കടന്നു വരാൻ, മത്താഫിലേക്ക് തവാഫ് ചെയ്യാൻ. അങ്ങനെ തവാഫ് ചെയ്യാൻ വരുന്ന സ്ത്രീകൾ അവർക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി ഹജ്ജ് നിർവഹിക്കുന്നതിന്റെ ഭാഗമായി തവാഫ് ചെയ്തുകൊണ്ടിരിക്കണം. 24 മണിക്കൂറും ലോകത്ത് മാറ്റമില്ലാതെ നടക്കുന്ന ഒരു വിഭാഗത്താണ് തവാഫ്. ലോക ചരിത്രത്തിൽ ഒരു നിമിഷ നേരം തവാഫ് നിന്നുപോയ സമയമില്ല. ഇപ്പോഴും തവാഫ് നടന്നുകൊണ്ടിരിക്കും. കഅബ ഈ കാണുന്ന പീഠമാണെങ്കിൽ അതിന് ചുറ്റുമാണ് ഈ കാണുന്ന സ്റ്റേജ് പോലെയാണ് 4 ഭാഗത്തും മസ്ജിദുൽ ഹറാം. കഅബ തവാഫ് ചെയ്യണമെങ്കിൽ 4 ഭാഗത്തും ആളുകൾ വരികയാണെങ്കിൽ ആണായാലും പെണ്ണായാലും ഈ പള്ളിയിലൂടെ വേണം കടന്നു വരാൻ, മത്താഫിലേക്ക് തവാഫ് ചെയ്യാൻ. അങ്ങനെ തവാഫ് ചെയ്യാൻ വരുന്ന സ്ത്രീകൾ അവർക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി ഹജ്ജ് നിർവഹിക്കുന്നതിന്റെ ഭാഗമായി തവാഫ് ചെയ്തുകൊണ്ടിരിക്കണം. 24 മണിക്കൂറും ലോകത്ത് മാറ്റമില്ലാതെ നടക്കുന്ന ഒരു വിഭാഗത്താണ് തവാഫ്. ലോക ചരിത്രത്തിൽ ഒരു നിമിഷ നേരം തവാഫ് നിന്നുപോയ സമയമില്ല.
ഇപ്പോഴും തവാഫ് ബാക്കി പുനരാരംഭിക്കും. ഇതാണ് സാഹചര്യം. പണ്ട് കാലത്തൊക്കെ തവാഫിന് വരുന്ന ആളുകൾ കുറവായതുകൊണ്ട്, ആപേക്ഷികമായി വിരളമായതുകൊണ്ട് അവർക്ക് തവാഫ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തിരിച്ച് ബാങ്ക് കൊടുത്താൽ, അവർക്ക് ഇഖാമത്ത് കൊടുത്താൽ നേരെ തിരിച്ച് റൂമിലേക്ക് പോകാനും നിസ്കരിച്ചു വരാനും സൗകര്യമുണ്ടായിരുന്നു. പക്ഷേ പുതിയ സാഹചര്യത്തിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലും മത്താഫിലുമായി നമസ്കരിക്കാൻ വേണ്ടി നേരത്തെ വന്ന് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരന്മാർ സൊഫായി അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. അതേസമയം ഉംറ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉൾക്കൊള്ളുന്ന ഈ 10,000-കണക്കിന് ആളുകൾ ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് ആ സ്ത്രീകളോട് മുഴുവൻ ഈ അണിനിരന്ന ലക്ഷക്കണക്കിന് ആണുങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നിങ്ങൾ റൂമുകളിലേക്ക് തിരിച്ചു പോകണം, നിസ്കരിക്കാൻ എന്ന് കൽപ്പിക്കുന്നത് പ്രായോഗിക പ്രശ്നമുള്ളത് കൊണ്ടാണ് നിർദ്ദേശം കൊടുക്കാത്തത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ജുമാഅയുടെ ഖുത്ബകളിൽ, പ്രത്യേകിച്ച് റമദാൻ പോലുള്ള സീസണിൽ, ഹജ്ജ് പോലുള്ള സീസണിൽ ഞങ്ങൾ ആവർത്തിച്ച് പറയാറുണ്ട്, സ്ത്രീകൾ ജുമാഅക്കും ജമാഅത്തിനും വേണ്ടി പള്ളിയിൽ വരേണ്ടതില്ല, നിങ്ങൾക്ക് റൂമിൽ വെച്ച് നിസ്കരിക്കലാണ്. ഈ മസ്ജിദുൽ ഹറാമിൽ ഒരു റക്അത്തിന് 1,00,000 മടങ്ങ് കൂടുതൽ പുണ്യമുള്ള നിസ്കാരമാണ്, പ്രാതിഫലമുള്ള പള്ളിയാണ് ഈ പള്ളി. പക്ഷെ എങ്കിൽ പോലും ഈ മസ്ജിദുൽ ഹറാമിന്റെ തൊട്ടടുത്ത വീട്ടിലിരിക്കുന്ന സഹോദരി പോലും നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് ആവർത്തിച്ച് പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഇവിടെ ഹജ്ജും ഉംറയും നിർവഹിക്കുകയും വേണം, തവാഫ് നിർവഹിക്കുകയും വേണം. ജമാഅത്തിൽ ആ സമയത്ത് അവർ പങ്കെടുക്കുകയല്ലാതെ സ്ത്രീകളെ അവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സംവിധാനം വേണം. അദ്ദേഹം പറഞ്ഞ ദിവസം ചൊന്നു ഇതൊക്കെ എഴുതി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ നമ്മൾ എഴുതിയ ചില അക്ഷരങ്ങൾ തിരുത്തി, ചില പദങ്ങൾ തിരുത്തിയിട്ട് ഒപ്പുവെച്ച് നമ്മുടെ കയ്യിലേൽപ്പിച്ചിട്ട് അക്കാലത്ത് സത്യധാരയിൽ ഭംഗിയായി അഭിമുഖം പ്രസിദ്ധീകരിച്ചു. ഈ നിമിഷം വരെ ആ അഭിമുഖത്തിനെതിരെ ഒരക്ഷരം ഈ മുജാഹിദ് പ്രസ്ഥാനം ആവശ്യത്തിനും ആവശ്യമില്ലാതെയും 100 കൂട്ടം പ്രതികരണ അവസാനം. എന്താ സത്യം? വസ്തുത ഇങ്ങനെയൊക്കെയാണ്, യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെയാണ്. അതല്ലാതെ സ്ത്രീകൾ ജുമാഅക്കും ജമാഅത്തിനും മക്കയിലും മദീനയിലും പോകണമെന്ന് മഹാന്മാരായ അവിടുത്തെ ഇമാമുമാർ പോലും, പണ്ഡിതന്മാർ പോലും ശരിവെക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നതാണ് പരമ. പാവം അല്ലാന്റെ ദാസികളെ പള്ളിക്ക് പോലും തടയരുത് റസൂൽ പറഞ്ഞിട്ടില്ലേ? സംഗതി നല്ലതല്ല, എന്താ തടയാൻ പോണത്, ഹറാമാക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചില സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും കാണാത്തവരല്ല നമ്മുടെ മദ്ഹബിന്റെ കിതാബുകൾ, മദ്ഹബിന്റെ ഇമാമുകൾ, സലഫുസ് സ്വലീഹീങ്ങൾ ഹദീസുകൾ കാണാത്തവരല്ല, സ്വഹാബത്തും താബിഈങ്ങളും കാണാത്തവരല്ല. അവരൊക്കെ ഈ കാര്യം കാണുകയും അറിയുകയും കൃത്യമായി മനസ്സിലാക്കുകയും വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്ത ആളുകളാണ്. വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും വ്യാഖ്യാനിക്കുന്ന വിഷയത്തിൽ സച്ചരിതരായ സലഫിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് അംഗീകരിക്കുന്ന പശ്ചാത്തലത്തിൽ സലഫുസ് സ്വാലിഹീങ്ങൾ ഹദീസ് കൊടുത്ത വ്യാഖ്യാനം എന്ത് എന്ന് നോക്കാനും അത് നടപ്പാക്കാനും അംഗീകരിക്കാനും ഞാനും നിങ്ങളും ബാധ്യസ്ഥരാ. എന്താണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനം? ഞാൻ പറയട്ടെ. നമ്മൾ സ്വന്തമായി വ്യാഖ്യാനിക്കേണ്ടതല്ല. സലഫുസ് സ്വാലിഹീങ്ങളുടെ വ്യാഖ്യാനത്തിന്റെ വെളിച്ചത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി തന്റെ വിഖ്യാതമായ ശർഹ് മുസ്ലിം 183 പേജിൽ പറയുന്നു, ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംന ബാദക ഇസ്ലാമല്ല, അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനാനുമതി വിലക്കപ്പെടേണ്ടതല്ല. ലാകിൻ, പക്ഷേ ബിശുറൂത്തിൻ, നിബന്ധനകൾക്ക് വിധേയമായി. ആ നിബന്ധനകൾ സ്വഹാബത്തും താബിഈകളും സ്വയം ഉണ്ടാക്കിയതല്ല. ദക്കറഹൽ ഉലമ, അത് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞതാ. അവർ സ്വന്തം വകയല്ല. ഒരു ഹദീസ് മാത്രം എടുത്താൽ പോരാ, ഓരോ ഹദീസിലും വിശദമായി പറഞ്ഞാലും മുജാഹിദിന് പ്രായോഗികമാക്കാം. കാരണം മുജാഹിദിൽ അധികം പണക്കാരാണ്, സാധുക്കൾ അവർ എടുക്കാറില്ല. മുജാഹിദിന് എന്ത് ചെയ്യാ? മുജാഹിദിന്റെ ആൾക്ക് കാറുണ്ട്, അവ ഡ്രൈവർ മുതലാളി തന്നെ. ഭാര്യ അടുത്ത സീറ്റ് വീഴ്ത്തിയിട്ട് ഇനി പുറത്തേക്ക് പെണ്ണെ കാണുന്നതിന് പകരം ചെയ്യാ, കൂളിംഗ് ഫിലിമൊക്കെ ഇട്ടിച്ച് കാറ് ഭദ്രമാക്കി ഡോറൊക്കെ അടച്ചെടുക്കുക. നേരെ പള്ളിന്റെ മുന്നിൽ കൊണ്ടുപോയി ഗേറ്റും കൂടെ അടക്കുക. ഇഖ്തിലാത്തുമില്ല, കൂടിക്കലൊന്നുമില്ല. അടുത്ത ഷർത്ത് വലാശാബ്ദത്തൻ, പോകുന്ന ആള് യുവതിയാകാൻ പാടില്ല. അപ്പൊ നമുക്കൊന്നും പറ്റൂലേ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച കാര്യല്ലേ? പിന്നെ ആർക്കാ പറ്റിയ? ഉമ്മമാർക്കാണെങ്കിൽ പോകാം, നമ്മമാരെ കൊണ്ടുപോയിക്കൂടെ? യുവതികളെ പോലെ കണ്ടാൽ ആഗ്രഹം ജനിക്കപ്പെടാൻ ഇടയാകുന്ന കിഴവുകളെയും കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ ആരെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുക? പിന്നെ തീരെ സുഖമില്ലാതെ കിടപ്പായി കിടക്കുന്ന, കണ്ടാൽ വിരൂപത തോന്നുന്ന ഒരു പ്രത്യേക തരം അവശരായ സ്ത്രീകൾ, അത്ര സ്ത്രീകളെ വേണമെങ്കിൽ ഏതുപോലെ പറഞ്ഞാൽ ഇപ്പൊ എലക്ഷൻ വരാൻ പോവുക, വാശിയേറിയ പൊരിഞ്ഞ പോരാട്ടമാണെങ്കിൽ UDF ഉം LDF ഉം മാറി മത്സരിച്ചാൽ ഓരോ വോട്ടും ചെയ്യിപ്പിക്കും. അല്ലടാ, വോട്ട് പ്രശ്നം. ചിലപ്പോൾ 10 വോട്ടിനൊക്കെയാണ് സീറ്റ് പറയുമെങ്കിലോ, എന്റെ അമ്മാമ്മയുടെ ആറിന് എണീറ്റ് കുറെ കാലാടാ എണീക്കാൻ കഴിയില്ല, അത് പ്രശ്നമല്ല. വാ
കൂട്ടിക്കൊണ്ടുപോയിട്ട് 4-5 ചെറുപ്പക്കാരെ കൊണ്ടുപോയിട്ട് ഒരു തുണിന്റെ കസേരൊക്കെ എടുത്തിട്ട് ഒരു വടി ഇങ്ങോട്ടും ഒരു വടി അങ്ങോട്ടും വെച്ചിട്ട് ഉമ്മാമാരെ പിടിച്ചിട്ട് യാ അല്ലാഹ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഉമ്മാമാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ, പള്ളി പോകാം. പക്ഷേ അതിന് ഷർത്ത് പൂർണ്ണമായിട്ടില്ല. 7ാമത്തെ ഷർത്തുണ്ട്, അല്ല അതിനിടയാകുന്ന സാഹചര്യം ഇല്ലാതിരിക്കുകയും വേണം. ആ സാഹചര്യം ഉണ്ടെങ്കിലോ എന്നാ അത് ഏതായിരുന്നാലും പോകാൻ പറ്റില്ല, ഹറാമ. ഉമ്മാമാരൊക്കെ ഈ കൊണ്ടുപോയ വഴിക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല. താഴെ വീണ് കിടക്കുന്ന ഏത് സാധനവും പെറുക്കിയെടുക്കാൻ ചിലപ്പോ ചില ആൾക്കാർ ഒരു അണ്ണാച്ചിയോട് നമ്മളാ വഴിക്കൊക്കെ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ വലിച്ചെറിഞ്ഞ സാധനക്കാരെ ചോക്ലേറ്റുമാണ് വരുന്നത്, പെറുക്കിക്കൂട്ടി അവർക്ക് ആവശ്യമില്ലാതെ കൊണ്ടുപോകും. വകുല്ലു കാസിദത്തിൻ യൗമല്ലഹാസൂഖു, മാർക്കറ്റില്ലാതെ കിടക്കുന്ന ഏത് സാധനങ്ങൾക്കും ചിലപ്പോ മാർക്കറ്റ് വരും. അപ്പൊ ഉമ്മാമയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോ പ്രശ്ന സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഹറാമാണ്. ഇത്ര കണിശമായി കൃത്യമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ന് സ്ത്രീകൾക്ക് പള്ളിയിൽ ജുമാഅത്തും ജമാഅത്തിനും കൊണ്ടുപോകുന്നതിന് ഒരു പഴുതുമില്ലാത്തത് കൊണ്ടാണ് ആധികാരികമായി സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സ്ത്രീകൾ ജുമാഅത്തും ജമാഅത്തിനും പോകുന്നത് ഹറാമാണെന്ന് വിശദീകരിക്കുന്ന സഹോദരന്മാരെ. ഞാനത് വിശദീകരിക്കുന്നില്ല. വസ്തുതാപരമായി കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയാണെങ്കിൽ, അംഗീകരിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ